സലിമൊക്കെ സ്നേഹിച്ചിരുന്നു, നമ്മളൊക്കെ അമ്മയെ സ്നേഹിക്കുന്നു. പക്ഷേ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു അനുഭൂതി ചിലപ്പം അമ്മമാരോട് ഇല്ലാതെ പോകുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ഒരുപക്ഷെ സലിം ഇരുന്ന് ചിന്തിക്കുന്നൊരു കാര്യമായിരിക്കാം. ഇപ്പോഴുള്ള പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഡെയിലി കേൾക്കുന്ന അമ്മനെ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ കൊണ്ട് വഴി കൊണ്ട് കളഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചു നോക്കുക. സലിം ഈ പത്രവാർത്തയൊക്കെ വായിക്കുമ്പോൾ വല്ലാതെ ഉത്കണ്ഠാകുലനാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ മലമൂത്രം വരെ കോരാൻ ഞാൻ തയ്യാറായിരുന്നു. അത് അമ്മക്കറിയായിരുന്നു. എൻ്റെ പേര് വിളിച്ചിട്ടാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ എന്തോരം സ്നേഹം എനിക്ക് തിരിച്ചു തന്നു, അത് എത്രയോ തിരിച്ചു കൊടുത്തു ഒന്നുമല്ല. എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അറിയാം 2 പെണ്ണുങ്ങളാണ്, കുഴപ്പമുണ്ടാവും. എൻ്റെ ഭാര്യനോട് ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്താണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അവരിത് പറഞ്ഞ് ഇവരിത് പറഞ്ഞ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറയരുത്. പിന്നെ അമ്മ ഇനി നിൻ്റേതായ രീതിയിൽ വരിക എന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല. അതെ, ഇത്രയും കൊല്ലം ജീവിച്ചു കഴിഞ്ഞു. അത് ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടു. ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടു. അമ്മനെയും വിളിച്ച് പറഞ്ഞു, ഇപ്പം എന്നമ്മേ നിങ്ങൾ തമ്മിൽ പല തല്ലുകൊടുത്തുണ്ടാവും, ഇത് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്, എന്നെ വലിച്ചഴിക്കരുത്, എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. ചിലപ്പോൾ അമ്മ വേണമെങ്കിൽ ഒന്ന് കൊടുത്തോ, അവൾ കിട്ടണ വാങ്ങിച്ചോ, അല്ലാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ ഇടപെടാതെ നിർത്തരുന്നു. ഒരു പ്രശ്നം ഇവർ തമ്മിലില്ല. 2 പേർക്കും അറിയാം ഞാൻ കേൾക്കില്ലെന്നുള്ളത്. പക്ഷെ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു മകൻ സിനിമാ രംഗത്തൊക്കെ. അയ്യോ, അമ്മനെ കൊന്നത് ഞാനാണെന്ന് ഞാൻ പറയാം. ഒരു കൊലപാതകം തന്നെയായിരുന്നു അമ്മയുടെ. കാരണം നമുക്ക് ഷുഗറിൻ്റെ അസുഖമുള്ള, ഡയബറ്റിക്കിൻ്റെ അസുഖമുള്ളതാണ്. അപ്പം ഞാൻ ഈ വേണ്ടാത്തതും വേണ്ടുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, എനിക്കറിയില്ല സംഭവം. ഇതൊക്കെ ഇന്നത് കഴിക്കാൻ പറ്റും, ഇന്നത് കഴിക്കാൻ പറ്റും എനിക്കറിയില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ ഇത് കുഴപ്പമാണ് ഞാൻ ചെയ്യണത്, നീ അതൊന്നും പേടിക്കണ്ട, നല്ല സമയത്ത് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഇതൊക്കെ കഴിച്ചിട്ട് മരിക്കണമെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ, യു കണ്ടിന്യൂ, നീ അത് തുടർന്നോ എന്ന് പറഞ്ഞു. കാരണം അമ്മയുടെ നല്ല പ്രായത്ത് ഇതൊന്നും വാങ്ങിച്ചു, കാരണം ഇത്രയും മക്കളെ വളർത്തുന്നതിൻ്റെ ഇടയിൽ അമ്മക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊന്നും സമയമില്ല എന്നല്ല. മാത്രമല്ല ഇവരായിരുന്നു 14 വയസ്സിലാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞത്. അതെ, മക്കളായിരുന്നു എല്ലാം. അതെ, വേറെ ഒന്നുമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. 14 വയസ്സ് അമ്മ പറയുന്നു. പാവാടയെ കുറിച്ച് നടന്ന സമയത്താണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അച്ഛൻ. 14 വയസ്സുള്ള അമ്മക്ക്. അപ്പോൾ ഒരു 15 വയസ്സ് തുടങ്ങി അമ്മയെ എന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് സുഖമാണ്. അമ്മയ്ക്കെല്ലാം കൊടുത്തു, എല്ലാ സൗഭാഗ്യങ്ങളും തീർച്ചയായിട്ടും മുഴുവൻ കൊടുത്തു. ചോദിച്ചതൊന്നും കൊടുക്കായിരുന്നു ഒരു സംഭവം പോലും. അമ്മ മരിക്കുന്നൊരു അമ്മയായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ, അല്ലാതെ എൻ്റെ വൈഫല്ലായിരുന്നു. മരണം പ്രതീക്ഷിച്ചതായിരുന്നോ ആകസ്മികമായിരുന്നു? നമുക്ക് പ്രായം 65 ഒരു 70 അടുക്ക പിടിച്ചുള്ള സമയത്തായിരുന്നു. നമുക്ക് BP ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു. അമ്മ സലീമിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്, മായാത്ത അടയാളം. അതെ, അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഞാനൊരു നല്ല നടനായിട്ടോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനായിട്ടോ ഒന്നുമല്ല എനിക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടിയത്. എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചതിനുള്ള ഈശ്വരൻ്റെ ഒരു സമ്മാനമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുള്ളതിന്. സലീം ആമോളേപ്പ പെരുമഴക്കാലത്തിൽ ഒരു കഥാപാത്രം. അല്ല, ഇതിൻ്റെ രഹസ്യങ്ങൾ, പിന്നീടുള്ള രഹസ്യങ്ങൾ അറിഞ്ഞത് ഞാൻ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം. ഈ പെരുമഴക്കാലമൊക്കെ മത്സരിക്കുന്ന സമയത്ത് അന്ന് ജൂറി കമ്മിറ്റിയിലുള്ള ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറായിട്ട് പരിഗണിച്ചൊരു പടം ഉണ്ടായിരുന്നു, അറിയാമെന്ന് വെച്ചു. അങ്ങനെയില്ല, പെരുമഴക്കാലം എന്നുണ്ട്, തമിഴ് ഡയറക്ടറാണ്. പെരുമഴക്കാലം. പക്ഷെ അത് അന്നേരത്ത് വേറെ ഇതൊക്കെ വന്നിട്ട് ഫൈനൽ റൗണ്ടിൽ വന്ന ഇത് ഞാൻ അറിഞ്ഞിട്ടുമില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങേര് പറഞ്ഞപ്പോഴാണ് ഞാനതറിയുന്നത്. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് സലീമിന് മാറാൻ പറ്റുമെന്ന് സലീമിന് മനസ്സിലായോ? പൂർവ്വം കോമഡി നടന്മാർക്ക് മാത്രമേ അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയുള്ളൂ. അതെ, കോമഡിയിൽ ജീവിതം ആരംഭിച്ച് കോമഡിയിൽ ഹോമിച്ചവരാണ് ബഹുഭൂരിപക്ഷം കോമഡി നടന്മാർ. പക്ഷേ ഈ ഒരു കഥാപാത്രത്തിന് വലിയൊരു അംഗീകാരമാണ് ഈ വന്നത്. മനസ്സിലൊന്ന് തൊട്ട് ഞാനല്ലേ.
അതെ പഴയ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചില സമയത്ത് ഒരു വോയിസ് ബ്ലോക്കൊക്കെ വരുമല്ലോ. ഞാൻ സ്പർശിക്കുന്നുണ്ട് സലീമിൻ്റെ മനസ്സിൽ വല്ലാതെ. തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട് സമ്മിശ്ര വികാരങ്ങളിങ്ങനെ നെഞ്ചും കൂടിൻ്റെ ഉള്ളിലിങ്ങനെ ഉരുണ്ടുകൂടുന്നുണ്ട്. ഇതാ നെഞ്ചടിച്ചോണ്ടിരിക്കും. ഇത് ഓക്കെ ക്യാമറ കൈനോട്ടക്കാരൊക്കെ പറഞ്ഞവരാണ് ഞാൻ പറയുന്നത്.